കണ്ണൂർ യൂണിവേഴ്സിറ്റി സെനറ്റ് യോഗം അല്പം മുമ്പാണ് ഈ ചെറുശ്ശേരി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രതിനിധി അത് സെർച്ച് കമ്മിറ്റിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ അതിൽ ഒരു സെനറ്റിൻ്റെ ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ആ സെനറ്റിൻ്റെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു അജണ്ടയാണ് വൈസ് ചാൻസലർ ഈ സെനറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചത്. ആ അജണ്ടയ്ക്കെതിരെയാണ് രൂക്ഷമായ എതിർപ്പ് ഇടത് അംഗങ്ങൾ ഉന്നയിച്ചത്. മന്ത്രി OR കേളു, MLA-മാരായ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, TI മധുസൂദനൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തുടങ്ങിയ പ്രധാനപ്പെട്ട സെനറ്റ് അംഗങ്ങളെല്ലാം തന്നെ ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അജണ്ട തള്ളുകയാണോ ചെയ്തത്? എന്താണ്? അതായത് ഇത്രയുള്ള ചുരുക്കം ഇത്രയേ ഉള്ളൂ. മൂന്നാമത്തെ അജണ്ടയുമായി ബന്ധപ്പെട്ടിട്ട് കേരള ഗവൺമെൻറ് ഒരു കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് കോർട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ കോടതിൻ്റെ മുമ്പിൽ ആ വിഷയം നിലനിൽക്കുന്നത് കൊണ്ട് ആ അജണ്ട തൽക്കാലം എടുക്കേണ്ടതില്ല, അത്രയേ ഉള്ളൂ. അതെ 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 കോടതിൻ്റെ മുമ്പിലായതുകൊണ്ട് അതിപ്പം എടുക്കേണ്ട കാര്യമില്ല. ഭൂരിപക്ഷം അതെ അതെ അല്ല എല്ലാ കാര്യത്തിനും ഒരു ആക്റ്റും റൂളും ഉണ്ടല്ലോ. അപ്പോൾ ആ ആക്റ്റിനും റൂളിനും അനുസരിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ആ ആക്റ്റും റൂളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോയത് കൊണ്ടാണ് സെനറ്റ് അംഗങ്ങൾ ഇങ്ങനെ ഒരു പൊതു തീരുമാനം ഇവിടെ കൈക്കൊണ്ടത് എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. അല്ല, ആവണമല്ലോ, അതാണല്ലോ ശരി. അത് അങ്ങനെ വേണമല്ലോ, അതല്ല ആക്ടും റൂളും അതാണല്ലോ. അപ്പോൾ കോടതി എന്താ പറയുന്നത്, അവസാനം പറയുന്നത്, കോടതി പറയുന്നത് കേട്ടതിന് ശേഷം കോടതി ഒരു ഡയറക്ഷൻ പറയും. ആ ഡയറക്ഷൻ വെച്ച് ഏതായാലും ഈ ഒരു പോസ്റ്റ് വേണമല്ലോ, ഈ ഒരു പോസ്റ്റ് വേണം. അപ്പോൾ കോടതി പറയും, ആ പറയുന്നതിനനുസരിച്ച് എങ്ങനെയാണ് വേണ്ടത് വീണ്ടും. അതെ 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 അതാണ് ഒരു വിഷയം. അത് എന്താ പറയുക, ഇപ്പോൾ വ്യക്തിപരമായി ഒരാൾക്ക് നിയമിക്കാൻ റൂൾസ് ഇല്ലല്ലോ, ആക്ട് ഇല്ലല്ലോ. പക്ഷേ അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതെ, കുറേ അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഇതിൻ്റെ യൂണിവേഴ്സിറ്റീൻ്റെ പുതിയ കേന്ദ്ര ഗവൺമെൻറ് നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരം തന്നെ എടുത്ത് കളയുന്ന രീതിയിലേക്കാണല്ലോ കാര്യങ്ങൾ വരുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് അധികാരങ്ങൾ എടുത്ത് കളയുന്നു, സെനറ്റിൻ്റെ അധികാരങ്ങൾ എടുത്ത് കളയുന്നു, അതുപോലെ തന്നെ അങ്ങനെ ഓരോ കമ്മിറ്റീൻ്റെ അധികാരങ്ങളും ഒക്കെ എടുത്ത് കളയുന്ന രീതിയിലേക്ക് ഇതെല്ലാം വയലേറ്റ് ചെയ്യുന്ന രീതിയാണ് കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പ്രകടമാകുന്നത്. അതെ അതെ അങ്ങനെ ഒരു അഭിപ്രായം രൂപപ്പെടുന്നത് ഈ നിയമങ്ങളും റൂൾസും എല്ലാം കാറ്റിൽ പറത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ്, അല്ല വേണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആക്ടും റൂളിനും അനുസരിക്കുന്ന രീതിയിലേക്കാണെങ്കിൽ ആകുന്നതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ആക്ടും റൂളും നിയമങ്ങളും ഭരണഘടനാ സംവിധാനങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതുകൊണ്ടാണ് ഗവർണർ ആ സ്ഥാനത്ത് വേണ്ട എന്ന് പറയുന്ന ഒരു അഭിപ്രായം രൂപപ്പെട്ടു വരുന്നത്. ഇപ്പോൾ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക എന്ന അജണ്ട ഇപ്പോൾ മാറ്റിവെക്കുകയാണ് ഇടത് അംഗങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന്. UDF കോൺഗ്രസ് അംഗങ്ങൾ അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. സെർച്ച് കമ്മിറ്റി വേണം എന്നുള്ള രീതിയിൽ. എന്താണ് അതിന് കാരണം? യൂണിവേഴ്സിറ്റീൻ്റെ സെനറ്റ് ഉൾപ്പെടെയുള്ള ബോഡി എന്ന് പറയുന്നത് നിയമത്തിന് വിധേയമായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. അത് സിൻഡിക്കേറ്റ് ആയാലും സെനറ്റ് ആയാലും ഒക്കെ. അപ്പം സെനറ്റിൻ്റെ നിയമപരമായ ബാധ്യതയാണ് സെർച്ച് കമ്മിറ്റിയിലേക്ക് ഒരു പ്രതിനിധിയെ അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ യോഗത്തിലെ ആ അജണ്ട പ്രകാരം രണ്ട് കാര്യം മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിന് കൃത്യമാണ്, ഒന്നുകിൽ നോമിനേറ്റ് ചെയ്യാം, അല്ല എങ്കിൽ എലക്ട് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ സെനറ്റ് യോഗം എടുക്കേണ്ടിയിരുന്ന തീരുമാനം. ഐക്യകണ്ഠേനയാണെങ്കിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാം, ഇനിയല്ല ഒന്നിലധികം പേരുകളാണ് വരുന്നതെങ്കിൽ അതിൽ നിന്നുള്ളവരെ എലക്ട് ചെയ്ത് ചാൻസലർക്ക് അയച്ചു കൊടുക്കാം എന്നുള്ള രണ്ട് കാര്യം മാത്രമേ ഇന്നത്തെ ബോഡിക്ക് തീരുമാനിക്കാൻ പറ്റുമായിരുന്നു. ഇതിൽ നിങ്ങൾ ഈ പ്രമേയത്തെ അനുകൂലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നിങ്ങൾ ഭരണത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ
ഇത്തരത്തിൽ ഗവർണർക്ക് കൂടുതൽ അധികാരം, UGCയുടെ ഒരു പ്രതിനിധി, ഗവർണറുടെ ഒരു പ്രതിനിധി, അപ്പോൾ ഈ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ളൊരു അധികാരം ഗവർണറിൽ മാത്രമായി പോവുകയാണ്. നിങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ ഒരു വിനയായി മാറാൻ സാധ്യതയില്ലേ? ഗവർണർക്ക് മാത്രം അധികാരമുള്ളതെന്നല്ല, ഗവർണറാണ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലർ. ഒരു പ്രതിനിധി ഗവർണർക്ക് ചാൻസലർക്ക് വെക്കാമെങ്കിൽ മറ്റൊരു പ്രതിനിധി UGCയുടേതാണ്. മറ്റൊന്ന് ഇലക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സെനറ്റ് എന്ന് പറയുന്നത്. ആ സെനറ്റിൽ നിന്നൊരു പ്രതിനിധി കൂടി പോവുകയാണ്. ആ സെനറ്റിൽ നിന്നുള്ള പ്രതിനിധിയും തീരുമാനിക്കുന്നതാരാ? സെനറ്റിൽ നിന്നുള്ള പ്രതിനിധി സെനറ്റാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ഇന്നത്തെ മൂന്നാമത്തെ അജണ്ട. ആ സെനറ്റിൽ നിന്ന് ഒരു പ്രതിനിധിയെ അയക്കേണ്ടതാണ് ഇന്നത്തെ തീരുമാനത്തിൻ്റെ മൂന്നാമത്തെ അജണ്ട എന്ന് പറയുന്നത്. ആ അജണ്ട ചർച്ചയ്ക്കേ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു ഒരു പ്രമേയം കൊണ്ടുവന്നത്. ആ പ്രമേയം പെർസെ ലീഗലി നിൽക്കില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വാദം. അത് അംഗീകരിക്കപ്പെടേണ്ടി വന്നു അവസാനം. അറ്റ്ലീസ്റ്റ് 48 hours ബിഫോർ എങ്കിലും ഒരു സ്പെഷ്യൽ മീറ്റിംഗ് കൺവീൻ ചെയ്ത് കഴിഞ്ഞാൽ ബിഫോർ 48 hours എങ്കിലും അത് സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും അംഗങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള അവകാശമുണ്ട്. അത് നടന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവസാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് അത് വിഡ്രോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. പക്ഷേ പ്രമേയം എടുത്ത് അനുകൂലികളുടെ എതിർപ്പിനെ തുടർന്ന് വോട്ടിനിട്ട് തള്ളി. അത് മറ്റൊരു വിഷയമാണ്, പ്രമേയമല്ല. ഈ അജണ്ട എന്ന് പറയുന്നത് തീരുമാനിക്കപ്പെടാതെ പോയി. അത് നാളെ ലീഗലി എന്താവും എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അങ്ങനെ ഒരു പ്രതിനിധി അയക്കാതിരുന്നാൽ എന്താണ് സംഭവിക്കുക, ഇനി അയച്ചില്ലെങ്കിലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് വരും കാലത്ത് കാണാനുള്ള കാര്യമാണ്. ഏതായാലും ഈ ഗവർണറുടെ തീരുമാനത്തെ അനുകൂലിക്കുകയാണ് നിങ്ങൾ. ഗവർണർ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളുടെയും ചാൻസലറാണ്. അത് എക്സ് ഓർ വൈ ആരും ആയിക്കോട്ടെ. ആര് വേണം? അല്ല, അത് കോടതി തീരുമാനിക്കട്ടെ. ചാൻസലർക്ക് അങ്ങനെ, ഗവർണർക്ക് അങ്ങനെ ഒരു അധികാരം ഉണ്ടോ, ചാൻസലറായി ആക്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കോടതി തീരുമാനിച്ചോട്ടെ. ലെറ്റ് ദ കോർട്ട് ടു ഡിസൈഡ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഗോപിനാഥ് രവീന്ദ്രൻ വൈസ് ചാൻസലറുടെ വിധിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചാൻസലർക്കാണ് ഇതിനകത്ത് പൂർണ്ണ അധികാരമെന്നുള്ളത്. ഇവിടെ ചാൻസലർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം BJP കാരനാണോ ഇല്ലയോ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഞങ്ങൾ ഉയർത്തി കാണിച്ചത് സ്റ്റാറ്റ്യൂട്ട്, ആക്ട് എന്നിവ മാത്രമാണ്. ഈ സ്റ്റാറ്റ്യൂട്ട്, ആക്ട് പ്രകാരം ഇവിടെ ഇന്നിപ്പം അജണ്ട വന്നിട്ടുണ്ടെങ്കിൽ ആ അജണ്ടയ്ക്കെതിരെ റെസൊല്യൂഷൻ പാസ്സാക്കി സ്റ്റാറ്റ്യൂട്ടോ ആക്ടോ വായിക്കാതെ ഒരു മെമ്പർ ഇവിടെ വന്നൊരു റെസൊല്യൂഷൻ പാസ്സാക്കി. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മൂവ് ചെയ്ത റെസൊല്യൂഷൻ പിൻവലിച്ച് ഓടുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്രയും പരിതാപകരമായ അവസ്ഥ. സെനറ്റ് അംഗങ്ങൾ അറ്റ്ലീസ്റ്റ് സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും വായിച്ചിട്ടെങ്കിലും വരണം എന്നുള്ളത് മാന്യതയുടെ ഭാഗമാണ്. ഞങ്ങളിവിടെ ചാൻസലറെ അനുകൂലിച്ചിട്ടില്ല, വൈസ് ചാൻസലറെ അനുകൂലിച്ചിട്ടില്ല, ഒന്നുമില്ല. നിയമം എന്താണ്? സ്റ്റാറ്റ്യൂട്ട്, ആക്ട്, നിലവിലുള്ള അജണ്ട. ആ അജണ്ട പ്രകാരം സെനറ്റിൽ നിന്നും ഒരാളുടെ പേര് നോമിനേറ്റ് ചെയ്യണം. ഞങ്ങളതിനകത്ത് വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങൾ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അത് ആ അജണ്ടയേ ഇല്ല എന്ന് വൈസ് ചാൻസലർ ഇവിടുന്ന് തീരുമാനമായിട്ട് പറയുമ്പോൾ ആ അജണ്ട ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അവിടെ സ്ഥിരം വൈസ് ചാൻസലർ വരിക എന്നുള്ളത് സർവകലാശാലയുടെ ആത്യന്തികമായ ആവശ്യമാണ്. ഇൻചാർജ് ഭരണം എന്നതിനെ ഞങ്ങൾ എതിർക്കുകയാണ്. ഇത് ഒരിക്കലും ചാൻസലറിനെ അനുകൂലിക്കുന്ന വിഷയമല്ല. ആക്ട്, സ്റ്റാറ്റ്യൂട്ടിനെ ബഹുമാനിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ഇടതുപക്ഷ അംഗങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ട് എന്താണെന്ന് അറിയത്തില്ല, ആക്ട് എന്താണെന്ന് അറിയത്തില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരിതാപകരമായ അവസ്ഥ എന്നും കൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിട്ടു നിൽക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഈ സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അപ്പോൾ സ്വാഭാവികമായും ഗവർണർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര ഭരണ കക്ഷിയുമായി ബന്ധപ്പെടുന്നതാണ്, കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണിത്. അപ്പോൾ സെർച്ച് കമ്മിറ്റി എന്ന് പറയുന്നത് അവിടെ ഏറ്റുമുട്ടലാണ് കേന്ദ്രവും കേരളവും തമ്മിൽ. അതുകൊണ്ട് സ്വാഭാവികമായും സെനറ്റിലെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അവിടെ രണ്ട് സർക്കാരുകളോടും അല്ലെങ്കിൽ BJP അനുകൂല സമീപനം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാനതിൽ കർശനമായി എതിർക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ വേണമോ വേണ്ടയോ എന്നുള്ളതല്ല ഇവിടെ ചർച്ച. കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിലുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ഗവർണറുടെ ആ സെർച്ച് കമ്മിറ്റിയിലേക്ക് ഇതിനോട് ഞാൻ വിയോജിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങൾ, ലീഗ് അംഗങ്ങളൊക്കെ ഇതിനെ അനുകൂലിക്കുന്ന, അതായത് സെർച്ച് കമ്മിറ്റി വേണം എന്ന് ഗവർണറുടെ നിലപാടിനെ അനുകൂലിക്കുന്ന രീതിയിലാണ് വോട്ട് ചെയ്തത്. ഞാൻ വ്യക്തിപരമായ ഒരു തീരുമാനമാണ് എടുത്തത്. എൻ്റെ പാർട്ടിയും ആ രൂപത്തിലാണ് തീരുമാനം എടുക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലീഗിൻ്റെ അംഗങ്ങളുണ്ടോ ഇവിടെ? ലീഗിൻ്റെ അംഗങ്ങളുണ്ട്. അവർ ചിലപ്പോൾ അറിയാത്തതുകൊണ്ടായിരിക്കും. പുതിയ ആൾക്കാരാണ് എല്ലാവരും, അതുകൊണ്ടാണ് അനുകൂലിച്ച് വോട്ട് ചെയ്ത്. അറിയാത്തതുകൊണ്ട് പുതിയ മെമ്പർമാർ സെനറ്റിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണമെന്ന അജണ്ടയെ ഇടത് അംഗങ്ങൾ അതിശക്തമായി തന്നെ എതിർക്കുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ഈ അജണ്ട പരിഗണിക്കുന്നത് സെനറ്റ് യോഗം മാറ്റിവെച്ചു. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.